ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു കരുതുന്നു. കുറേ ആയി എന്നെ യൂട്യൂബിൽ കണ്ടിട്ടല്ലേ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സങ്കടത്തോടുകൂടി പറയുന്നു, എൻ്റെ യൂട്യൂബ് ചാനൽ നഷ്ടമായിപ്പോയി. എന്ത് പറ്റിയതാണെന്നറിയില്ല. തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. ഇപ്പോൾ 1 മാസമായി. പക്ഷെ അത് കാരണം കൊണ്ടാണ് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തു. ഇനി വെയിറ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പുതിയൊരു ചാനൽ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ചാനലിന് ഓൾമോസ്റ്റ് 6.9K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനലാണ്. മോണിറ്റൈസേഷൻ ആയ ചാനലായിരുന്നു. അതുപോലെ ഒരുപാട് വിഷമമുണ്ട് എനിക്ക്. അത് തിരിച്ചു കിട്ടട്ടെ. നിങ്ങളും ദുആ ചെയ്യുക തിരിച്ചു കിട്ടാൻ. അതാണ് എന്നെ യൂട്യൂബിൽ കാണാഞ്ഞത്. കുറേയധികം ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടും പേഴ്സണലായിട്ട് അറിയാവുന്നവരൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചു. അല്ലാതുള്ളവർ ഇൻസ്റ്റഗ്രാമിൽ കൂടെയും ഒക്കെ എനിക്ക് ഫേസ്ബുക്ക് വഴിയൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചു, എവിടെ യൂട്യൂബ് ചാനൽ കാണുന്നില്ല, യൂട്യൂബിൽ കാണുന്നില്ലല്ലോ, ചാനൽ ഇപ്പോൾ കാണുന്നില്ലല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ. എന്താ അവരോട് പറയേണ്ടതെന്ന് എനിക്കും അറിയില്ലായിരുന്നു. നല്ല വിഷമത്തിലായിരുന്നു. എന്തായാലും ഈ ചാനൽ, കഴിഞ്ഞ ചാനലിന് നിങ്ങളെല്ലാവരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ തുടർന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവില്ലേ? ഉണ്ടാവണം കേട്ടോ. നിങ്ങളാണ് എന്നെ ഇതുവരെയൊക്കെ എത്തിച്ചത്. നമുക്കൊന്നും അറിയില്ല, ഒന്നും ഇല്ലാതിരുന്നാണ് ഞാൻ ഇതുവരെയൊക്കെ എത്തിച്ചത്. ഇനിയും മുമ്പോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ, ലജാസ് വീഡിയോസ് തന്നെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇന്നലെ ഇപ്പോൾ 20K ഫോളോവേഴ്സ് ആയിരിക്കുന്നു. അത് ഒരുപാട് സന്തോഷമുണ്ട്. അതും എല്ലാവരും ഫോളോ ചെയ്യുക, റീൽസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലജാസ് വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട്. അതും 12K ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് ഇതുവരെ ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പം നോമ്പല്ലേ, റമദാൻ മാസമാണ്, നോമ്പാണ്. നിങ്ങളൊക്കെ എവിടെയാണ്? നാട്ടിലിപ്പം 10ാമത്തെ നോമ്പായില്ലേ, 10 ദിവസമായി. ഇവിടെ ഗൾഫിലിപ്പോൾ 11ാമത്തെ നോമ്പായി. നാട്ടിൽ കുട്ടിപ്പത്ത്, ഇവിടെ കുട്ടിപ്പത്ത് കഴിഞ്ഞെന്ന് പറയാം. അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഹസ്ബൻഡാണ് പറയുന്നത്. എപ്പോഴും പറയും 10 കഴിയുമ്പോൾ പറയും കുട്ടിപ്പത്ത് കഴിയുന്നെന്നൊക്കെ. എനിക്കതിനെ പറ്റിയിട്ടൊന്നും വലിയ പിടുത്തമൊന്നും ഇല്ലായിരുന്നു. ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നേരത്തെ കേട്ടോ, 10 ദിവസം കഴിയുമ്പം കുട്ടിപ്പത്ത് കഴിയുമെന്നൊക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ പറഞ്ഞിരുന്നു, കുട്ടിപ്പത്ത് കഴിഞ്ഞു എന്നൊക്കെ. പിന്നെ എല്ലാവരുടെയും ദുബായിലും നമ്മളെ കൂടെ ഓർക്കുക. ഒക്കെ ആയിരിക്കുന്ന സ്ഥലത്ത് എല്ലാവരും സന്തോഷമായിട്ടും സമാധാനത്തോടും ആയിരിക്കുന്നെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം മുതൽ സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ആയിട്ട് വരാം, കാണാം. ഓക്കെ, അപ്പോൾ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.